You are welcome to another video. ഇന്ന് ഞാനൊരു മീനിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ചെയ്തിരുന്നത്. നല്ല ജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, ടീസ്പൂണാണ്. പിന്നെ കാന്താരി, ഈ കാന്താരി ഇത്രയും പോരാ, എന്നാലും ഈ ഡിഷ് ഉണ്ടാക്കാനുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്, സ്പൈസാണ് ഈ കാന്താരി പഴുത്തത്. നല്ലോണം പഴുത്ത കാന്താരി കിട്ടാമെങ്കിൽ അത്രയും നല്ലതാണ്, എത്രയും ചേർക്കുമ്പോൾ അത്രയും നല്ലതാണ്. പിന്നെ അത് പറ്റത്തില്ല, അത് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കാന്താരി കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പില ഞാൻ 3 തണ്ട് എടുത്തിട്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കുരുമുളക് വേണം, പൊടിക്കാനായിട്ടുണ്ട്. ഈ കുരുമുളകൊന്ന് പൊടിച്ചെടുക്കണം, അത് ചെയ്യണം. ഈ കുരുമുളകിൻ്റെ കൂടി നല്ല ജീരകം കൂടെ നമ്മൾ പൊടിച്ചെടുക്കും. പിന്നെ ഇത് കണ്ടോ, മീൻ നല്ലവണ്ണം വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ട് ഞാൻ എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ബാക്കി വരുന്ന മിശ്രിതം കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇതേണ്ട ഈ കാന്താരിയുടെ പ്രയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങ് ഞെരടുകയുള്ളൂ. കണ്ടോ, ഇങ്ങനെ അങ്ങ് ഞെരടും, ഇതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഞെരടും. കണ്ടോ, ഇങ്ങനെ എല്ലാം കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അങ്ങ് ഞെരടും. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ഞെരടി എടുക്കണം. അതാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം. ഇതുപോലെ തന്നെ പച്ചക്കാന്താരി വെച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെ കൈകൊണ്ട് ഞെരടി നമുക്ക് കാണാം. ഇതേ കണ്ടോ, പച്ചക്കാന്താരിയും ചുമന്ന നല്ലോണം പഴുത്ത കാന്താരിയെല്ലാം ഞാൻ അങ്ങനെ ഞെരടി വെച്ചു. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇനിയും കാണിക്കാനുള്ളത്. കണ്ടോ, ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് അതിൻ്റെ അകത്തോട്ട്. കേട്ടോ, ഇത് ഈ പൊടി എന്ന് പറഞ്ഞാൽ കുരുമുളകുണ്ട്, ജീരകമുണ്ട്, ഉലുവാപ്പൊടിയും കൂടെ എല്ലാം കൂടെ ആണ് ഇത് ഈ ഇതിനകത്തോട്ട്, മീനിൻ്റെ അകത്തോട്ട് അങ്ങ് നമ്മൾ ഇട്ടു. ഒപ്പം ഈ ഞെരടി വെച്ചിരിക്കുന്ന ഈ മുളക് മുഴുവൻ നമ്മളിതിൻ്റെ അകത്തോട്ട് അങ്ങ് ചേർക്കും. കണ്ടോ, ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, മീൻ ഇതെല്ലാം ഉണ്ട്. ഇനിയൊന്നും ചേർക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കും, നന്നായിട്ട് ഇതങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കും. മനസ്സിലായോ? ഈ ഡിഷിൻ്റെ ഒരു ഹൈലൈറ്റ് കാന്താരി തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്, നല്ല ജീരകം ചേർക്കുന്നു. ഇത്രയും മാത്രം മതി. ഇതേത് ആളിനും ഇഷ്ടപ്പെടും, ലാലേട്ടനോ ആർക്കോ ആണെന്ന് വെച്ചാലും ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണിത്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മീൻ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മളങ്ങ് ഒഴിക്കുന്നു. ഇതിൽ വെളിച്ചെണ്ണയാണ് ഇതിന് ഈ ടേസ്റ്റ് കൂടാനായിട്ട് ഏറ്റവും നല്ലത്. കണ്ടോ, വെളിച്ചെണ്ണ ഇതൊന്ന് ചൂടായി പറ്റും. ഒത്തിരി ഒന്നും വേണ്ട. സാധാരണ ഇതിനകത്ത് എണ്ണ ഉപയോഗിക്കാറില്ല ഈ പാത്രത്തെങ്കിലും ഒരു രുചിക്ക് ആ മീനിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ പോയാൽ ഇച്ചിരി പഴകിയ മീനായതുകൊണ്ട് അതുകൊണ്ട് ആണ് അതിൻ്റെ അകത്ത് ഒഴിക്കാറിഞ്ഞത്. അപ്പം പാനിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തീ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മീൻ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം മീനിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത മീനാണെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ച് പറ്റുള്ളൂ. ഇത് മീൻ വറക്കാൻ വേണ്ടിയാണ് ഈ എണ്ണ ഇതിനകത്ത് ചെയ്ത് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഏതെണ്ണയായാലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, വെളിച്ചെണ്ണയിലാവുമ്പോൾ ഇച്ചിരി സ്വാദ് കിട്ടും. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു. ഇതിൻ്റെ ഫ്ലേവറോട് അങ്ങോട്ട് വരട്ടെ എന്നോർത്താണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഫ്ലേവർ കിട്ടട്ടെ എന്നോർത്ത്. അപ്പം ഫ്ലേവർ കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ഓരോ മീനായിട്ടിങ്ങനെ നമ്മളങ്ങ് വെക്കും. ഇതെല്ലാം മസാലയെല്ലാം പുരട്ടി നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്.
മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മീനല്ലേ, അതിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ, കാണുമ്പോൾ അറിയാമല്ലോ. അതുപോലെ തന്നെ ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ്. ഇവിടെ കിടന്ന് ഇതങ്ങ് നന്നായിട്ട് ഫ്രൈ ആയി വരണം. കണ്ടോ, ഇതാ ഏറ്റവും സ്വാദേറിയതാണ്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും സ്വാദേറിയ ഒരു സംഭവമാണ്. ഇത്രയും ചേരുവകൾ മാത്രം കൊണ്ട് ഒരു മത്തിയും കൊണ്ട് ഒരു നല്ലൊരു വിഭവം ഉണ്ടാക്കാം. വെച്ചിട്ട് തന്നെ കുറേ സമയമായിട്ടുണ്ട്. ഇതുപോലെ അടുപ്പെടുത്ത് അടച്ച് നന്നായിട്ട് വെച്ചതാണ്. ഇതെടുത്തിട്ട് ഉണ്ടോ, ഇപ്പോൾ എല്ലാം ഏകദേശമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മീനിൻ്റെ ഇതെല്ലാം അടപ്പ് വെച്ച് നമ്മൾ നന്നായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അടച്ചത് അതൊന്ന് മാറ്റി, അടപ്പ് മാറ്റിയിട്ട് ഇനി അത് വെന്തോന്ന് അറിയണമല്ലോ. കണ്ടോ, ഇത് മീനിപ്പം നന്നായിട്ട് ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. അത് പെയ്യെ നമുക്ക് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെ എല്ലാം തിരിച്ചിടണം. അപ്പം ഇതൊരു മണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. അതിൽ കൂടുതൽ വെച്ചാലും നല്ലതാണ്. കണ്ടോ, ഒട്ടും പൊടിയാതെ തന്നെ ഇങ്ങനെയുള്ള പാത്രത്തിൽ കുക്ക് ചെയ്താലും എളുപ്പത്തിൽ കിട്ടും. അതാണല്ലോ ആളുകൾ ഇതിൻ്റെ പുറകെ പോകുന്നത്. കരിഞ്ഞും പറഞ്ഞും അങ്ങ് പോവുകയല്ല എന്നുള്ളൊരു മെച്ചമുണ്ട്. വില കൂടുതലാണെന്നേ ഉള്ളൂ ഈ പാത്രത്തിൽ. കണ്ടോ, ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇതാണ് ആ സ്വാദേറിയ മത്തിയും കൊണ്ടുണ്ടാക്കിയ വിഭവം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.